Hello friends, welcome to my new video on memory tips. മറവി കുറയ്ക്കാനും ഓർമ്മശക്തി കൂട്ടാനും കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാം. അതാണ് ഈ വീഡിയോയിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ വായിക്കുന്നതോ പഠിക്കുന്നതോ ആയ കാര്യങ്ങൾ പിന്നീട് ഓർത്തെടുക്കുമ്പോൾ ഓർക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഈ ടിപ്സ് ഒക്കെ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവും. ആദ്യം തന്നെ മെമ്മറി ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി 2 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഇംപ്രൂവ് ബ്രെയിൻ ഹെൽത്ത്, ലേൺ മെമ്മറി ടെക്നിക്സ്. ബ്രെയിൻ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് 3 കാര്യങ്ങളാണുള്ളത്. നന്നായി ഭക്ഷണം കഴിക്കണം. നന്നായി മീൻസ് ബ്രെയിൻ ഫുഡ്സ് കഴിക്കുക. അതായത് എഗ്സ്, നട്ട്സ്, ഫിഷ്, ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് എന്നൊക്കെ പറയുമ്പോൾ ബനാന, ആപ്പിൾ, സ്പിനാച്ച്, ടൊമാറ്റോ ഇതൊക്കെ ഇൻവോൾവ് ആണ്. ഇതൊക്കെ വിന്നിങ് കോമ്പിനേഷനാണ്, ബ്രെയിനിന് വേണ്ടിയിട്ടുള്ളൊരു വിന്നിങ് കോമ്പിനേഷനാണ് ഈ ബ്രെയിൻ ഫുഡ്സൊക്കെ. ബ്രെയിൻ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള 2ാമത്തെ സ്റ്റെപ്പ് ഹെൽത്തി ബോഡി വെയ്റ്റ് ആണ്. ഓവർ വെയ്റ്റ് ആണെങ്കിൽ മെമ്മറി ലോസ് കൂടാനും ലേണിംഗ് ഇമ്പയർമെൻ്റ് ഉണ്ടാവും, ബ്രെയിൻ ഷ്രിങ്കേജ്, ഡിമെൻഷ്യ അതിനുള്ള റിസ്ക് ഒക്കെ കൂടുതലായിരിക്കും. അപ്പോൾ എപ്പോഴും ഗെറ്റ് യുവർ വെയ്റ്റ് അണ്ടർ കൺട്രോൾ. ഒരു 10 മുതൽ 20 മിനിറ്റ് വരെ എയറോബിക് എക്സസൈസ് നിങ്ങൾ ചെയ്താൽ നിങ്ങളുടെ ബ്രെയിൻ ഷാർപ്പനാവും. 3ാമത്തേത് മെഡിറ്റേഷൻ. സ്ട്രെസ്സ് റിലീഫായി ഒന്നും കൂടി നല്ല രീതിക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റും. വർക്കിംഗ് മെമ്മറി നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ പറ്റും. വർക്കിംഗ് മെമ്മറി എന്ന് പറഞ്ഞാൽ ഒരു 5 മുതൽ 7 സാധനം വരെ നമ്മുടെ ആ വർക്കിംഗ് മെമ്മറിയിൽ സ്റ്റോർ ആവത്തുള്ളൂ. ആ സ്റ്റോറിങ് കപ്പാസിറ്റിയും അതിൻ്റെ എക്സ്റ്റൻഷനും ഡിപ്പെൻഡ് ചെയ്യുന്നത് മെൻറ്റൽ സ്ട്രെസ് റിലീഫിനനുസരിച്ചാണ്. അപ്പോൾ മെഡിറ്റേഷൻ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. എക്സസൈസും മെഡിറ്റേഷനും എന്നും ഡെയിലി ചെയ്യാൻ ശ്രമിക്കുക. നെക്സ്റ്റ് വൺ അഡിക്വേറ്റ് സ്ലീപ്പ് പല ആൾക്കാരിലും പല ഏജ് ഗ്രൂപ്പിലും വേരി ചെയ്യും. കുട്ടികളിൽ കൂടുതൽ ഉറക്കം വേണ്ടി വരും. അഡൾട്ട്സൊക്കെ ആകുമ്പോൾ 7 മുതൽ 9 മണിക്കൂർ വരെ, പ്രഗ്നൻസി ആകുമ്പോൾ നല്ലോണം സ്ലീപ്പ് വേണം, ഏജ്ഡ് ആകുമ്പോൾ കുറവായിരിക്കും. പിന്നെ സ്കൂൾ ഗോയിങ് സ്റ്റുഡൻസൊക്കെ ആണെങ്കിൽ ഒരു 6 മുതൽ 13 വയസ്സ് വരെയുള്ളവർക്ക് 9 മുതൽ 11 മണിക്കൂർ വരെ ഉറക്കം വേണം. ഒരു 14 മുതൽ 17 വയസ്സ്, 8ാം ക്ലാസ് 12ാം ക്ലാസ് വരെയൊക്കെ 8 മുതൽ 10 മണിക്കൂർ വരെ ഉറക്കം വേണം. മെമ്മറി ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി ബ്രെയിൻ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യാൻ 3 കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഇനി മെമ്മറി ടെക്നിക്സ് നോക്കാം. പെട്ടെന്ന് ഓർത്തെടുക്കാനും ഒരുപാട് നാൾ നമ്മുടെ ബ്രെയിനിൽ സ്റ്റോർ ചെയ്യാനും വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? റിപ്പീറ്റ് ചെയ്യണം. നമ്മൾ എന്താണോ വായിക്കുന്നത്, എന്താണോ പഠിക്കുന്നത് റിപ്പീറ്റ് ചെയ്യുക. ക്വിക്ക് മെമ്മറിക്ക് വേണ്ടി, പെട്ടെന്ന് ഓർത്തെടുക്കാൻ വേണ്ടി നമ്മൾ പഠിച്ചതിന് ജസ്റ്റ് ആഫ്റ്റർ കുറച്ച് അപ്പം തന്നെ നമ്മളൊന്ന് ജസ്റ്റ് വായിക്കുക. 15 മിനിറ്റിന് ശേഷം വീണ്ടും വായിക്കുക. 7 മണിക്കൂറിന് ശേഷം ഒരു ദിവസം കഴിഞ്ഞിട്ട് പിന്നെയും വായിക്കുക. ഈ ഒരു സ്റ്റെപ്പ് ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഓർത്തെടുക്കാനുള്ള ഒരു അവസരം ഉണ്ടാവും. ലോങ് ടേം മെമ്മറി, ഒരുപാട് നാളത്തേക്ക് നിങ്ങളുടെ മെമ്മറി സൂക്ഷിക്കണം ബ്രെയിൻ എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ആഫ്റ്റർ ലേണിങ്ങിൽ നിങ്ങൾ വായിക്കുക. അരമണിക്കൂറിന് ശേഷം ഒന്ന് വായിക്കുക, ഒരു ദിവസത്തിന് ശേഷം ഒന്ന് വായിക്കുക, 2 ആഴ്ചയ്ക്ക് ശേഷം, 2 മാസത്തിന് ശേഷം വായിക്കുക. ഇനി ഒരു 8 ടിപ്സ് ഞാൻ പറഞ്ഞുതരാം. ആദ്യമേ തന്നെ അണ്ടർസ്റ്റാൻഡ് ആൻഡ് സ്റ്റഡി, മനസ്സിലാക്കി പഠിക്കുക. ബൈ ഹാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും അത് ഓർത്തെടുക്കാനായിട്ട്, മറന്നു പോയി കഴിഞ്ഞാൽ ഓർത്തെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. 2ാമത്തേത് വലിച്ചുവാരി പഠിക്കാണ്ട് മോസ്റ്റ് നെസസറി ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം പഠിക്കുക. അപ്പം മെമ്മറിയിൽ സ്റ്റോർ ചെയ്യാൻ പറ്റും നന്നായിട്ട്. ഗീവ് ഫ്രീക്വൻറ്റ് ബ്രേക്സ്, ഇൻ്റർവെൽ എടുത്ത് പഠിക്കുക. 15 മിനിറ്റ് ഗ്യാപ്പിട്ട് പഠിക്കുക. മനസ്സൊന്ന് റിലാക്സ് ചെയ്തിട്ട് പഠിക്കാൻ ശ്രമിക്കുക. ഓപ്പോസിറ്റ് തിങ്സ് പഠിക്കുക. അതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരെണ്ണം മറന്നുപോയാൽ മറ്റേത് വെച്ചിട്ട് നമുക്ക് ഓർത്തെടുക്കാൻ പറ്റും. 5ാമത്തേത് സ്റ്റോറീസ് ഉണ്ടാക്കുക. നിങ്ങൾ വായിക്കുന്ന ആ ഒരു പാരഗ്രാഫ് ആണെങ്കിൽ അതിൽ സ്റ്റോറി ഉണ്ടാക്കിയിട്ട് നിങ്ങളത് പഠിക്കുകയാണെങ്കിൽ പിന്നീട് മറന്നു പോകാനുള്ള സാധ്യത കുറവായിരിക്കും. 6ാമത് നിങ്ങളുടെ തന്നെ വോയിസ് നോട്ട്സ് എടുക്കുക. അതായത് വോയിസ് റെക്കോർഡ് ചെയ്ത് പിന്നീട് കേട്ട് അത് മെമ്മറിയിൽ സ്റ്റോർ ആവും. പിന്നെ അത് ലോങ് ടേം മെമ്മറി ആയിട്ട് അവിടെ ഇരുന്നോളൂ. ഇമേജസ് വിഷ്വലൈസ് ചെയ്യുക, മനസ്സിൽ വിഷ്വലൈസ് ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക. റൈറ്റ് മെറ്റീരിയൽസ് മാത്രം, പിന്നീട് റോങ് ആണെന്ന് പറയുന്ന മെറ്റീരിയൽസ് പഠിക്കാണ്ട് റൈറ്റ് മെറ്റീരിയൽസ് യൂസ് ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക.